അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും ഇന്നുള്ളത്. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളും പാകപ്പിഴവുകളും എല്ലാം അള്ളാഹു പുറത്തു തരട്ടെ. ഈ റമദാനിൽ ഒരുപാട് അമലുകൾ ചെയ്യാനും അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു ഈ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് റാഹത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഈ റമദാൻ മാസം നാം എല്ലാവരും ഒരുപാട് അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കാൻ ശ്രമിക്കണം. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ച് ഈ ഒരു മാസം അതിനായിട്ട് നാം ഒരുങ്ങണം. എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി, അതുപോലെ സ്ത്രീകൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും അല്ലേ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കണം. അതൊക്കെ ഒന്ന് നേരത്തെ റെഡിയാക്കി മഗ്‌രിബിൻ്റെ ബാങ്കിൻ്റെ മുന്നേ ഒക്കെ ദുആ ചെയ്യാനായിട്ട് നാം ഒരുങ്ങണം. ആ ഒരു ദുആക്കൊക്കെ ഒരുപാട് ഫലം കിട്ടുന്ന ദുആയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങളെല്ലാം മാറാനുള്ള ഒരു ദിക്റാണ് ഞാൻ ഇന്ന് ഇൻഷാ അല്ലാ നിങ്ങളോട് പറയുന്നത്. നാം എല്ലാവരും ചൊല്ലുന്ന ദിക്റാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ദിക്റാണ് കേട്ടോ. റമദാൻ മാസത്തിൽ തന്നെ ഞാൻ ചൊല്ലിയിട്ട് ഇതേ രൂപത്തിൽ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ പ്രയാസം, എൻ്റെ ആ വിഷമം, ഞാൻ ചൊല്ലിയത് എന്തിനാണ് ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ദിക്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ വീഡിയോയിൻ്റെ താഴെ കൂടുതലായിട്ടും ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് കമൻ്റ് ഇടുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോ കൂടുതലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്, ദിക്റുകൾ, ഓരോ കാര്യം നമുക്ക് നടക്കാൻ വേണ്ടിയുള്ള ദിക്റുകൾ, ആയത്തുകൾ, അതുപോലെ ഖുർആൻ ഓതൽ, സ്വലാത്തുകൾ, അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാറുള്ളത്. കൂടുതലായിട്ടും ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് അതിൽ നിന്ന് ഉത്തരം കിട്ടിയതും അതുപോലെ എന്നോട് വേറെ ആൾക്കാർ പറഞ്ഞു തന്നതും അവർ ചൊല്ലിയിട്ട് അവരുടെ കാര്യങ്ങൾ നടന്നതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയതായിട്ടും കമൻറ്റിൽ അവരൊക്കെ എഴുതി അറിയിച്ചിട്ടുമുണ്ട്. അൽഹംദുലില്ലാ, അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഓരോരുത്തരുടെ കാര്യം നിറവേറുന്നത് വല്ലാത്തൊരു സന്തോഷമാണ് അതല്ലേ. അങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ റമദാനിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങളാണ്. അതുപോലെ സ്വലാത്ത് ഞാൻ നേർന്ന് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ തവക്കൽ ചെയ്യുക, എല്ലാം അള്ളാഹുവിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ദിക്റാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ ചൊല്ലിയത് 1013 തവണയായിരുന്നു. ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ഞാൻ ചൊല്ലിയിട്ടില്ലായിരുന്നു. ഞാൻ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ മുന്നേ, മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നെയാണ് ഞാൻ ഇത് ചൊല്ലി വെച്ചിട്ട് ഞാൻ ദുആ ചെയ്തത്. ആ ഒരു ദുആക്ക് ഒരുപാട് ഉത്തരമുണ്ട് എന്നാണ്. നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള സമയത്ത് നമ്മളുടെ പ്രയാസങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം അള്ളാഹ് അതിന് ഉത്തരം നൽകുമെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഓരോ ഉസ്താദുമാരുടെ പ്രഭാഷണത്തിലൂടെയും ഓരോ കാര്യങ്ങൾ, ഓരോ അറിവ് പറഞ്ഞു തരുന്ന ഒരുപാട് ഉസ്താദുമാരുണ്ടല്ലോ, അവരുടേത് കേട്ടിട്ടാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ അന്ന് ചൊല്ലിയത്. എനിക്ക് അൽഹംദുലില്ലാ അതിന് ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം കുറച്ച് ചൊല്ലി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ വനിഅമൽ മൗല വനിഅമൻ നസീർ എന്നുള്ളത്. ഞാൻ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നായിരുന്നു ചൊല്ലിയത് കേട്ടോ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് 1013 തവണ ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷം കുറച്ച് ചൊല്ലിയിട്ട് പിന്നെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം അത് ചൊല്ലി പൂർത്തിയാക്കി. എന്നിട്ട് ഞാൻ മഗ്‌രിബ് ബാങ്ക്, നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ സമയത്ത് ഞാൻ ഈ ദിക്ർ ചൊല്ലിയതിനെ മുൻനിർത്തിക്കൊണ്ടിട്ട് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്ത് എൻ്റെ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. ആ നിമിഷം തന്നെ സാധിച്ചു കിട്ടി എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കാര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസവും പ്രശ്നവും എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നിങ്ങനെ 1013 തവണയാണ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത്ര ചൊല്ലാൻ കഴിയില്ലെങ്കിൽ ഇനി 313 തവണ, അല്ലെങ്കിൽ വെറും 100 തവണ, അല്ലെങ്കിൽ 513, അങ്ങനെ ഓരോ കണക്കുണ്ടല്ലോ. നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ കഴിയുന്നത് അത്ര നിങ്ങൾ ചൊല്ലിയാൽ മതി. 1013 തവണ ചെല്ലാനും വല്ലാത്ത
സമയമൊന്നും വേണ്ട. നമ്മൾ ഞാൻ നിസ്കരിച്ചിട്ട് ഇരുന്നിട്ടാണ് ചൊല്ലിയത് കേട്ടോ. അല്ല നിസ്കാരപ്പായയിൽ ഇരുന്ന് മാറി നിന്നിട്ട് അല്ല ചൊല്ലിയത്. നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ചൊല്ലി തീർത്തത്. ഞാൻ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ചൊല്ലി, അതുപോലെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചും ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയം വുളു എടുത്ത് വന്ന് അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തു. ആ ദുആ ബാങ്ക് കൊടുത്തതിന് ശേഷമല്ല ദുആ ചെയ്തത്, ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയം. ആ ദുആ ചെയ്ത് കഴിഞ്ഞ ഉടനെ ബാങ്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബാങ്ക് കൊടുക്കുന്ന ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താക്കന്മാർക്കുള്ള ഭക്ഷണം റെഡിയാക്കി കൊടുക്കലും, മക്കളൊക്കെ നോമ്പ് നോറ്റ് ഇരിക്കുന്നവരായിരിക്കും, അവർക്കുള്ള വെള്ളവും അതൊക്കെ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് നമുക്ക് ദുആ ചെയ്യാനിരിക്കാൻ കഴിയുകയുമില്ല. അതിനേക്കാളും ഉത്തമ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ആ തൊട്ട് മുന്നേയുള്ള സമയത്തിന് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഞാൻ ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ഞാൻ ഈ ദിക്ർ മുൻനിർത്തി. ഈ ദിക്ർ ഞാൻ ചൊല്ലി എൻ്റെ താല്പര്യത്തിനാണ് കേട്ടോ ഞാൻ ഈ ദിക്ർ ചൊല്ലിയത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ള ഈ ദിക്ർ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചൊല്ലിയത് 1013 തവണ ഞാൻ ചൊല്ലി. എന്നതിന് ശേഷം മഗ്‌രിബ് ബാങ്ക് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം ഈ ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് എൻ്റെ പ്രയാസം ഞാൻ ചോദിച്ചു. കാരണം ഈ ദിക്ർ ഞാൻ ഇത്ര ദിക്ർ ചൊല്ലി തീർത്തിട്ടുണ്ട്, എൻ്റെ പ്രയാസം റബ്ബേ തീർക്കണമെന്ന് അങ്ങനെ ദുആ ചെയ്താൽ മതി. നമ്മളിപ്പം ദിക്ർ ചൊല്ലി തീർത്തല്ലോ. അങ്ങനെ ദിക്ർ ചൊല്ലി തീർത്തിട്ട് പിന്നെ ആ മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേയുള്ള സമയം വുളു എടുത്ത് വന്നിട്ട് ദുആ ചെയ്യട്ടോ. വുളു എടുക്കണം. വുളു എടുത്ത് വന്നിട്ട് ദുആ ചെയ്യുക. ആ ദുആക്ക് ഉത്തരം നിങ്ങൾക്കും കിട്ടും, ഉറപ്പാണ്. എനിക്ക് ഉത്തരം കിട്ടും എന്ന ഒരു വിശ്വാസത്തോടെ നിങ്ങൾ ചെല്ലണം. അല്ലാതെ എന്തോ ഒരു രീതിയിൽ ആ ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതും നമ്മൾ ഓരോ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ഉത്തരം കിട്ടാത്തത് എന്തെങ്കിലും പിഴവുകൾ കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ദിക്റുകളൊക്കെ എനിക്ക് ഉത്തരം കിട്ടും. ആ ഒരു വിശ്വാസം, എന്തിനും വിശ്വാസമാണല്ലോ, നല്ല തെക്കുവ വേണമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഏതൊരു ഡോക്ടറെ കാണിക്കാൻ പോയാലും നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എത്തേണ്ട ഡോക്ടറുടെ അടുത്തെത്തിയാലേ നമുക്ക് അതിനുള്ള മരുന്ന് കുടിച്ചാലുള്ള ഫലം കിട്ടുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം നമുക്ക് വേണം. എന്നാൽ നമ്മൾ എന്ത് ചെയ്താലും, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്താലും ഉത്തരമാണ്, ദിക്ർ ചൊല്ലി ദുആ ചെയ്താലും ഉത്തരമാണ്. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ. അതുപോലെ ഒരു സ്വലാത്ത് നേർച്ച വെക്കുക. സ്വലാത്ത് നിങ്ങൾ ളുഹറിൻ്റെ സമയത്ത് അസറിൻ്റെ സമയത്ത് ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലി തീർക്കും, എൻ്റെ പ്രയാസം, എൻ്റെ കല്യാണം ശരിയാവാനാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു സഹോദരി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ മോക്ക് കല്യാണം ശരിയാവുന്നില്ല. ഒരുപാട് നല്ല നല്ല കല്യാണം വരുന്നുണ്ട്. പക്ഷേ നിശ്ചയം ഉറപ്പിക്കാൻ സമയത്ത് എന്തെങ്കിലും മുടക്കം വന്നു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ പറയുന്നുണ്ട്, ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ നേർച്ചയാക്കി ഒരുപാട് ചൊല്ലാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്ന്. അപ്പം അങ്ങനെ ഒരുപാട് കാലമായിട്ട് വീണ്ടും നമ്മൾ അതിൽ പരാജയപ്പെടാതെ ഒരുപാട് കാലമായി എന്ന് നമ്മുടെ മനസ്സിൽ വന്നില്ലേ, ആ ഒരു മനസ്സിൽ വന്നതുകൊണ്ട് ഇനിയും നമ്മളെ അള്ള പരീക്ഷിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. വീണ്ടും വീണ്ടും നമ്മൾ അതിന്മേൽ പിടിച്ചു തൂങ്ങണം. അതിൽ നിന്ന് ഉത്തരം കിട്ടും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അപ്പം എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ ഒരുപാട് പേർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അതുപോലെ ഭർത്താവിന് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. പിന്നെ വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ട്, ഒരാൾക്ക് കടം കൊടുത്തിട്ട് അത് തിരിച്ചു തരുന്നില്ല. അതുപോലെ തന്നെ പണയം വെക്കാൻ കൊടുത്തിട്ട് അത് തിരിച്ചു തരുന്നില്ല, ദുആ ചെയ്യണം ഇത്ത. അതുപോലെ തന്നെ ഓരോരോ പ്രശ്നം, ഗൾഫിലേക്ക് വിസിറ്റിംഗ് വിഷയ്ക്ക് ജോലി തേടി പോയതാണ്, ജോലി ശരിയാവുന്നില്ല. അങ്ങനത്തെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ഒരു രീതിയിൽ ഈ റമളാൻ മാസമല്ലേ, നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. അതിൻ്റേതായ ഇബാദത്തിലൂടെ നമ്മൾ ദുആ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. 5 വക്ത് നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കാരം തീർച്ചയായിട്ടും നിങ്ങൾ, ഈ പ്രയാസമൊക്കെ ഉള്ളവരും അല്ലാത്തവരും തഹജ്ജുദ് നിസ്കാരം ആരും ഒഴിവാക്കണ്ട. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മളേതായാലും അത്താഴ സമയത്ത് എണീക്കും. 3-4 മണിയാവുമ്പോഴേക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് എണീക്കും. ആ ഒരു സമയമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ദിക്റുകളും സലാത്തുകളും ഒക്കെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് ആ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവർ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇനി നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ടല്ല, അതൊരു 3 ദിവസം ചെല്ലാൻ വേണ്ടിയിട്ട് നേർച്ച വെച്ച് നോക്കി.
ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ഓരോ ദിവസവും 1013 തവണ ഞാൻ 3 ദിവസമായിട്ട് ചൊല്ലുമെന്ന് മനസ്സിലൊരു നേർച്ച വെക്കുക. ഒരു മനസ്സിൽ ഉറപ്പിക്കുക, ഞാൻ ഇൻഷാ അല്ലാഹ് 3 ദിവസം 1013 തവണ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ദിക്ർ ഞാൻ ചൊല്ലും. എൻ്റെ പ്രയാസം ഇന്ന പ്രശ്നം എൻ്റെ ബുദ്ധിമുട്ട് തീരാനാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് 3 ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം ഇന്ന് നിങ്ങൾ ഇങ്ങനെ ചൊല്ലി വെച്ചു, എന്നിട്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഇന്ന് ദുആ ചെയ്യണം. അതുപോലെ തന്നെ നാളെയും നിങ്ങൾ ആ ദിക്ർ ചൊല്ലിയിട്ട് ആ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ ദുആ ചെയ്യണം. മറ്റന്നാൾ അങ്ങനെ 3 ദിവസമായിട്ടും മഗ്‌രിബ് ബാങ്കിൻ്റെ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ 3 ദിവസവും നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. 3 ദിവസവും ചൊല്ലിയിട്ട് 3-ാമത്തെ ദിവസം അങ്ങനെ മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുന്നേ ദുആ ചെയ്യല്ല. 3 ദിവസവും അടുപ്പിച്ച് നിങ്ങൾ ദുആ ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടും. നല്ല തഖ്വയോട് കൂടി ആ ദിക്റിനെ മുൻനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ ദുആ ചെയ്യാൻ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നിങ്ങനെ ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ആ ഒരു സമയത്ത് ദുആക്ക് ഉത്തരം ഉറപ്പാണ്. നമ്മൾ എന്ത് ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അതിന് ഉത്തരം ഉറപ്പാണ്. അപ്പം നല്ല തഖ്വയോട് കൂടി എനിക്ക് എൻ്റെ ഈ കാര്യം നടക്കും, ഈ ദിക്ർ ചൊല്ലിയാൽ ആ ഒരു വിശ്വാസം മനസ്സിൽ ഫസ്റ്റിൽ വേണം. അല്ലാതെ എനിക്ക് ഉത്തരം കിട്ടുമല്ലേ ആ ഒരു മനസ്സോടെ നിങ്ങൾ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടില്ല, ഉറപ്പാണ്. തഖ്വയോടുകൂടി എനിക്ക് ഈ ഒരു കാര്യത്തിന് ഞാനിങ്ങനെ ചൊല്ലിയാൽ എനിക്ക് ഉത്തരം ഉറപ്പാണ്, എനിക്ക് കിട്ടും, എൻ്റെ കാര്യത്തിന് ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ ഒരു റമദാനിൽ ഇത് ചെയ്തു നോക്കിയതാണ്, എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രക്കും ഉറപ്പിൽ നിങ്ങളോട് പറയുന്നത്. ഞാൻ ചെയ്തു നോക്കിയ കാര്യമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് ഞാൻ ഇടാറുള്ളത്. ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയതാണ് ഒരുപാട് കാര്യം. അതുപോലെ തന്നെ 4 യാസീൻ ഓതിയിട്ട് ഞാൻ ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ 4 യാസീൻ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നിട്ട് ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തു നോക്കിയിട്ട് കുറേ പേർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കുറേ പേർക്ക് ഫലം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കി അന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ കൂടുതലായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ഒരു റമദാനിൽ ഞാൻ ചെയ്തു നോക്കിയതാണ്. ഞാൻ കൂടുതലായിട്ടും ദിക്റും സ്വലാത്തുമാണ് നേർച്ച വെച്ച് ചൊല്ലാറുള്ളത്. കൂടുതലായിട്ടും ഓരോ പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ദിക്റും സ്വലാത്തും ഞാൻ നേർച്ച വെച്ച് ഓതും. അതിനെനിക്ക് ഫലവും കിട്ടാറുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ദിക്റൊക്കെ ചൊല്ലുന്ന സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് നിങ്ങൾ ചൊല്ലുന്ന സമയത്തും ആരോടും സംസാരിക്കണ്ട കേട്ടോ. ആരോടും സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അതിന് പ്രത്യേക കൂലിയുണ്ട്, അതിന് പ്രത്യേക മഹത്വമുണ്ട് ആ സംസാരിക്കാതെ ചൊല്ലുന്നതിന്. അഥവാ നിങ്ങൾക്ക് സംസാരിക്കണം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയൊക്കെ വരുമല്ലോ, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ കയറി വന്നാൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിക്കണം എന്ന് വന്നാൽ നിങ്ങൾ ആ ചൊല്ലുന്നത് അവിടെ ഒന്ന് നിർത്തി വെക്കുക. എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് വീണ്ടും അള്ളാഹിനോട് പറയുക, ഞാൻ ഇങ്ങനെ ഇത്ര വണ്ണം ചൊല്ലിയിട്ടുണ്ട്, ബാക്കി ഞാനിതാ ചൊല്ലുന്നു എന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് ഉണ്ടായാൽ മതി കേട്ടോ. അങ്ങനെ ചൊല്ലുക. നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചൊല്ലി നോക്കി. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നത് നിങ്ങൾ ചൊല്ലേണ്ടത് 1013 തവണ. ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു 500 തവണ ചൊല്ലുക. അതുപോലെ എല്ലാം നിങ്ങൾ ളുഹർ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് ഒറ്റ തവണ തന്നെ 1013 ചൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചൊല്ല കേട്ടോ. ഞാൻ ചൊല്ലിയ രീതിയാണ് ഞാൻ പറഞ്ഞത്. ളുഹർ നിസ്കാരത്തിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവുമാണ് ഞാൻ ചൊല്ലിത്തീർത്തത്. എന്നിട്ട് ഞാൻ മഗ്‌രിബ് ബാങ്കിൻ്റെ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള സമയം വുളു എടുത്ത് വന്നുകൊണ്ട് ദുആ ചെയ്തിട്ട് എൻ്റെ ആ ആഗ്രഹം, എൻ്റെ ഒരു വിഷമം എനിക്ക് സന്തോഷമായിട്ടുണ്ട്. ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു കാര്യം നടന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളും ഇതേപോലെ ഇതേ രീതിയിൽ ഇത്ര എണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് എത്രയാണോ ആ ഒരെണ്ണം നിങ്ങൾ കണക്കാക്കിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിലാണ് നമ്മൾ ചൊല്ലുന്നത്, ഫലം പെട്ടെന്ന് തന്നെ കിട്ടും. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാം ഒറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടും. അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ചൊല്ലണം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ഓരോ
നിസ്കാരത്തിൻ്റെ ഇടയിൽ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരെയും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. എല്ലാവരും കമൻറ്റ് എഴുതുന്നത് ഞാൻ കാണാറുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാറുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.